40 തവണയിലേറെ പരിക്കേറ്റപ്പെട്ടവൻ, 150ഓളം മത്സരങ്ങൾ നഷ്ടപ്പെട്ടവൻ, 4 തവണ അരിയെല്ലുകൾ പൊട്ടി 29 ദിവസം അത്യാസന്ന നിലയിൽ ചികിത്സയിൽ കിടന്നവൻ, തുടയിലെ ഇന്നർ മസിലുകൾ വലിഞ്ഞു മുറുകി കാലനക്കാൻ പറ്റാതെ 68 ദിവസം ആശുപത്രിയിൽ ഉറങ്ങിയവൻ, ഇടതുകാലിന്റെ ആംഗിൾ തെറ്റി സർജറിക്ക് വിധേയമായി ചികിത്സയിൽ ചെലവഴിച്ചത് 212 ദിവസങ്ങൾ, അവസാനം കാലിന്റെ ലിഗമെന്റിനുണ്ടായ പൊട്ടൽ കാരണം ഗ്രൗണ്ടിനോട് വിട പറഞ്ഞത് 194 ദിവസം. അതേ ഫിറ്റ്നസ് ചാർട്ടിൽ റെഡ് മാർക്ക് വിടുന്നില്ലായിരുന്നു എങ്കിൽ മൈതാനത്തെ ഏറ്റവും അപകടകാരനായ കളിക്കാരൻ, കാലുകൊണ്ടല്ല തലകൊണ്ട് കളിക്കാൻ പറഞ്ഞ യഹോൻ ക്രൈസിന്റെ വാക്കുകൾക്ക് റൂഹായവൻ, മുറിവുകളാൽ കരിയർ മരണപ്പെട്ടെങ്കിലും കഴിവുകളാൽ മൈതാനങ്ങളെ പ്രതീക്ഷ കൊണ്ട് നിറച്ചവൻ, അതേ കുപ്പ പറക്കി നടന്ന ജന്മനാടിന്റെ വിശപ്പ് മാറ്റിയവൻ, മരണമില്ലാത്ത അഹങ്കാരമില്ലാത്ത നിരാശപ്പെടുത്താതെ എതിരെയുള്ളവന് തോൽവി ഭയത്താൽ നഗരം പണിയുന്നവൻ. ഓരോ തവണ പരുക്കുകൾ കൊണ്ട് കളി അവസാനിപ്പിച്ച ഒരുപാട് പേരുണ്ട്, എന്നാൽ അവർക്കിടയിൽ അയാൾ മാത്രം ഒരു വ്യത്യസ്തനാണ്. എത്ര തവണ പരുക്കുകളാൽ വീണുപോയാലും വീണ്ടും വീണ്ടും അയാൾ തിരികെ വന്നുകൊണ്ടിരിക്കും. അതിന് കാരണം അയാൾ ഫുട്ബോളിന്റെ ഒരേ ഒരു സുൽത്താനായതുകൊണ്ടാകാം.